മുൻ CPIM MLA-യും ദേവസ്വം പ്രസിഡന്റുമായ പത്മകുമാറിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് ചെയ്തത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. പത്മകുമാർ വലിയ രീതിയിലുള്ള മോഷണം നടത്തിയ പെരുങ്കള്ളനാണെന്ന് തെളിയിക്കപ്പെട്ടു. ഒരു നാണവുമാനവും ഇല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും ചേർന്ന് വലിയ ഡീലുകളാണ് നടത്തിയതെന്ന് ഓർക്കുമ്പോൾ കേരളം ആകെ ഞെട്ടലിലാണ്. ഒന്ന് ആലോചിക്കണം, വിശ്വാസികളുടെ സ്വത്തും വിശ്വാസികളുടെ പണവും ഒക്കെ ദേവസ്വം ഉദ്യോഗസ്ഥർ അടിച്ചു മാറ്റുന്ന കാഴ്ച എന്ത് പരിതാപകരമാണ് നമ്മുടെ ഈ നാട്. പത്മകുമാറും സംഘവും നടത്തിയ വൻ കൊള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ഈ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഏറ്റവും വലിയ സുഹൃത്തു കൂടിയാണ് പത്മകുമാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിണറായി വിജയൻ 2016 ആദ്യമായി മുഖ്യമന്ത്രിയായ സമയത്ത് പത്മകുമാറിനെ ദേവസ്വത്തിൻ്റെ അധ്യക്ഷനാക്കാൻ അദ്ദേഹം എടുത്ത തീരുമാനം എന്ന് പറയുന്നത് പത്മകുമാറിൻ്റെ ഇഷ്ടപ്രകാരം. കാരണം പത്മകുമാറിന് സ്വർണ്ണ ഖനിയായ ശബരിമലയിൽ നിന്നും സ്വർണം മോഷ്ടിക്കണമായിരുന്നു. അതിൻ്റെ താല്പര്യം കൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് എന്ന് ലവലേശം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തെളിയുന്ന സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയി. വാസു അറസ്റ്റിലായി. CPIM-ന്റെ പല നേതാക്കളും ഇനി ഓരോന്നായി പിടിവീഴുകയാണ്. ദേവസ്വം ഉദ്യോഗസ്ഥരായിട്ടുള്ള ദേവസ്വവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരുടെ PA ആയിട്ടുള്ളവരിലേക്കും ചോദ്യം ചെയ്യൽ വ്യാപിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒന്ന് ആലോചിക്കൂ, ശബരിമലയിലെ സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റി അതിനെ വെളുപ്പിച്ച വെള്ളാനകളാണ് ഇവരൊക്കെ. അതായത് ഭഗവാനെ മുഴുവൻ വിറ്റ് തിന്നാം, ഭഗവാനെ മുഴുവനായി അങ്ങ് ഊരാം എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് തോന്നിയാസവും തെമ്മാടിത്തരമാണ് പത്മകുമാറും ടീംസും നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ലവലേശം ഉളുപ്പില്ലാതെ പിണറായി വിജയൻ വോട്ട് തേടാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ കാട്ടുകൊള്ള ഒരു വലിയ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ അതിനുള്ള ഉത്തമ മറുപടി നൽകിയിരിക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ഏതായാലും ശബരിമലയിൽ മാത്രമല്ല, മറ്റു ക്ഷേത്രങ്ങളിലും ദേവസ്വം ക്ഷേത്രങ്ങളിലും ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് ഓഡിറ്റ് വളരെ വ്യക്തമായി നടക്കുമ്പോൾ അറിയാം. അവിടെയൊക്കെ എന്തൊക്കെ രീതിയിലുള്ള തട്ടിപ്പാണ് നടത്തിയതല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി കാര്യങ്ങൾ കഴിയുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് വലിയ സ്രാവുകളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വീണ്ടും അന്വേഷണം പുരോഗമിക്കാൻ തന്നെയാണ് അവർ നടപടി ത്വരിതപ്പെടുത്തുന്നത്. അവർ ഊർജിതമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റി അതേ പകരമായി ചെമ്പുപാളി പകരമായി അവിടെ പ്രതിഷ്ഠിച്ചു എന്നത് തന്നെയാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. എന്ത് വില കൊടുത്തും ഇതുമായി ബന്ധപ്പെട്ട് അടിച്ചു മാറ്റിയവരെ ഒന്നിനെയും വെറുതെ വിടാതെ എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അന്വേഷണ വിഭാഗവും ഊർജിതമായി പ്രവർത്തിക്കുന്നത്.